കോതമംഗലത്ത് തലക്കടിയേറ്റ് മരിച്ച വീട്ടമ്മയുടെ കൊലപാതകത്തിൽ ദുരൂഹതയെന്ന് പോലീസ്. കഴുത്തറുത്ത് കൊല്ലപ്പെട്ട രീതിയിലാണ് സാറാമ്മയെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. പ്രതികളെക്കുറിച്ചുള്ള യാതൊരു സൂചനയും ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം വീട്ടിൽ തനിച്ചായിരുന്ന സാറാമ്മയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഫോറൻസിക്കും ഡോഗ് സ്ക്വാഡും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രാത്രി വൈകിയും പരിശോധനകൾ നടത്തി. പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. നാടിനെ ഞെട്ടിച്ച സാറാമ്മ കൊലക്കേസിലെ പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് പ്രതീക്ഷയെന്നും ഭയന്നാണ് കഴിയുന്നതെന്ന് പ്രദേശവാസിയായ കുഞ്ഞുമോളും വാർഡ് കൗൺസിലർ സിജോയും സംസാരിച്ചു. പലർക്കും നാട്ടിലുള്ളവരും ഇവിടെ കുറച്ച് ഭായിമാരുണ്ട്, അങ്ങനെ പലരും സംശയമുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഒരു നിഗമനത്തിലെത്താൻ പറ്റുന്നില്ല. നിലവിൽ രാവിലെ പോലീസ് അന്വേഷണത്തിനായിട്ട് വരുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാണ് വീട് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വിട്ടേക്കുവാണ്. നാളെ ആണ് അടക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും നാളുകളായി ചേച്ചിയായിട്ട് ഒരു മനുഷ്യരായിട്ട് ഒരു എതിർപ്പോ വഴക്കോ ഒന്നുമില്ലാത്ത ഒരു ചേച്ചിയാണ്. നല്ല സ്നേഹമുള്ള സ്വഭാവം, നല്ല സ്വഭാവം. അങ്ങനത്തെയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഈ 6-ാം വാർഡിൽ ഞങ്ങൾക്ക് സംഭവിച്ച കാരണം ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്, ഒത്തിരി പേടിയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.